നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ ഒരു സ്റ്റേക്കേഷന് വന്നതാട്ടോ. സായിദിൻ്റെ ഏട്ടനും ഫാമിലി ഏട്ടന്മാർ 2 പേരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ നല്ലൊരു റിസോർട്ടാണ്. ജീവ്സ് ആയുർവേദ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ആയുർവേദിക് വെൽനസ് റിസോർട്ടാണ് വയനാട്ടിൽ ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് പവിഴമല്ലിയുടെ മരമാണല്ലോ. ഒരു തേയിലത്തോട്ടത്തിൽ കുറേ കോട്ടേജസ്, പിന്നെ ആയുർവേദിക് റിസോർട്ട്, സ്പാ, മസാജ് സെൻ്ററൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഹെഡ് മസാജ് ഞാൻ കണ്ടു. ആ ചെടി നല്ല രസമുണ്ടല്ലേ. കാക്ടസിൻ്റെ വെറൈറ്റി പെട്ട ഉണ്ടാവും. നല്ല രസമുണ്ട്. ഇതിൽ കണ്ട പൂക്കൾ ഇലയിലാണ്. എങ്ങനെയുണ്ടായി ഹെഡ് മസാജ്? ഫുൾ ബോഡി. ഇവിടെ അല്ല, നമ്മുടെ കോട്ടേജ് അവിടെ. ഞങ്ങൾ അവിടെയാണ്. ഇവിടെ 2 കോട്ടേജ് ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങൾ മൊത്തത്തിൽ 6 എണ്ണം എടുത്തത്, കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും. ഇതിലേ പോവാവേ നമുക്ക്? ഇതിലേ പോവാ. ആ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റിസോർട്ടുള്ളത്. ഇപ്പോൾ ഇതിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എമി ലുക്ക് അറ്റ് മീ. Achu, look at me. Papa, how is your honeymoon? Hi, Paru. രാവിലെ നല്ല ക്ലൈമറ്റ് ആട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയി. പക്ഷേ ഇവിടെ കറക്റ്റാണ് സമയം 9:30. ഇവിടെയാണ് നമ്മളുടെ പൂളുള്ളത്. രാവിലെ തന്നെ നമ്മളെ കുട്ടികളെല്ലാം ഹെഡ് മസാജ് കഴിഞ്ഞ് അവിടെ വന്നിട്ടുണ്ട്. ഫോട്ടോയിൽ വരാൻ നാളെ വരും മിസ്റ്റർ. ജിംനേഷ്യം. ഇവിടെ ഓട്ടോ ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഓട്ടോയിൽ ഇതാ അച്ചപ്പനും അമ്മ ഉണ്ട്. ഓരെ തെറ്റിദ്ധരിച്ചു നമ്മള്. വരാൻ കാരണം ഉമ്മാക്ക് ഇതൊക്കെ കാണാന് ഉമ്മാരെ വാച്ച് ടവർ കയറ്റുള്ള പരിപാടി വന്നിട്ട്. ഉമ്മാ ഗുഡ്. നിങ്ങൾ എന്താ ഇവിടെ വരാൻ കാരണം? ഉമ്മാക്ക് നടക്കാൻ കഴിഞ്ഞു. മസാജ് എങ്ങനെ ഉണ്ടായി? ഉമ്മ എൻജോയ് ചെയ്ത മാതിരി ഉണ്ട് കണ്ടിട്ട്. ഒരു ബോഡി കൂടി ആയാലോ, ഒരു ഫുൾ ബോഡി. ഉമ്മാക്ക് നല്ല സ്കോളിയോസിസ് ഉണ്ട് സ്പൈനിന്. എന്താ ചെയ്യാ, ഇതൊക്കെ കഴിക്കുന്നുണ്ട്, മറ്റേ സംഭവമൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല പ്രായം എന്തായാലും കുറച്ചൊക്കെ വരും നമ്മളെ പോസ്റ്ററിനനുസരിച്ച്. അങ്ങനെയാണ് ഈ വയസ്സായവർ കൂനി കൂനി പോണല്ലേ. കൊള്ളാം. ഇവിടുന്ന് ഇത് കാണാൻ രസമുണ്ട് കേട്ടോ. ഇവിടെ യെസ് കം. നിങ്ങൾക്ക് ഓട്ടോ കിട്ടിയില്ലേ? നിങ്ങൾക്ക് വരണമെങ്കിൽ നീ കയറണം. വാ 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 വാ. വേണ്ട വേണ്ട തീരുമാനിക്കാൻ. പെണ്ണിനൊക്കെ വേണമെങ്കിൽ നമുക്ക് വേഗം താഴ്ത്തിക്ക് പോലെ പെണ്ണിങ്ങോട്ട് വരും. എല്ലാരും ഒരുമിച്ച് നിക്ക അവിടെ. അത്തു 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 നിങ്ങൾ ഏതായാലും ഒരുമിച്ച് നിന്നേ. ഞാൻ ഫോട്ടോ എടുക്കട്ടെ ഇവിടുന്ന്. ഇവിടെ ഈ റിസോർട്ടിൽ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഞാനിത് ബുക്ക് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ. പക്ഷെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു.
നല്ല കാമൻ ക്വയറ്റ് ഒരു 2 ദിവസമൊക്കെ വന്ന് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ചീഫ്സ് ആയുർവേദ കേട്ടോ, വയനാട്ടിൽ. പൂള്, പിന്നെ അവരുടെ റിസപ്ഷൻ ഏരിയ ഒക്കെ ഇതാ അങ്ങോട്ടാണ്, ബാക്കിലുണ്ടോ ബിൽഡിംഗ്, ഇതാണ് അവരുടെ ഏരിയ. ഇവിടെ ഇങ്ങനെ ഒരു വാച്ച് ടവർ ഉണ്ട്, നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തേക്കാണ്, അതായത് ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ. ഈ സൈഡിൽ കേട്ടോ കോട്ടേജസ്, അതേപോലെ ഈ സൈഡിലും കോട്ടേജസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ അവരുടെ യോഗ സെൻ്ററൊക്കെ അങ്ങോട്ടുണ്ട്. 10-16 ഏക്കറുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, കുഴപ്പമില്ല, നല്ല പ്രോപ്പർട്ടിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹൈറ്റ് ഫിയർ ഉള്ള ഒരു ആളാണ് ഞാൻ. ഇറങ്ങണ പറ്റില്ല, നോ ചാൻസ്. ഓക്കെ, പുളി ഉണ്ടോ? പുളിപ്പേര. ഉമ്മ ഞങ്ങളെ കൊണ്ട് ട്രക്കിങ്ങിന് വന്ന. എല്ലാ പേരക്കുട്ടികൾക്കും അവസരമുണ്ട്. തള്ളിയിട്ടെടുത്തിട്ടോ, തള്ളിയിട്ടോ പിന്നെ. ഞങ്ങൾ രാവിലെ ഇവിടെ ഒരു ഔഷധോദ്യാനുണ്ട്, അപ്പം അതിൽ കൂടെ ഉമ്മാനെയും കൂടെ ഉമ്മ ആദ്യം ഞങ്ങളെ പറമ്പിൽ കൂടെ ഉമ്മ നടക്കലില്ല, പക്ഷെ ഇവിടെ ഉമ്മത്തിരി നടക്കാനൊരു ഒന്നാമത് ക്ലൈമറ്റ് ചൂടില്ലല്ലോ. ഇവിടെ കുറേ മരങ്ങളുണ്ട്, അതിലെല്ലാം കുറേ കായകളുണ്ട്. അപ്പം നമ്മുടെ ടീം അത് അവിടെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോകുന്നു. നല്ല രസമുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ വാക്കിംഗ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും, ചെരുപ്പിടാതെ. അവിടെ മുള്ളില്ല, ചെരുപ്പിടാതെ. ഞാൻ വിചാരിച്ചു മഴ പെയ്തതുകൊണ്ട് ചെറിയ അട്ടുണ്ടാവുന്നു, പക്ഷെ അട്ട ഇല്ല, ആയിട്ടില്ല. പിന്നെ ടാപ്പിങ് എന്തായാലും പറയാം, തേയില നുള്ളാനുള്ള ലേഡീസ് വന്നിട്ടുണ്ട്. കൊള്ളാം. You won't. We'll see it if you have. Because you smell too big. Yeah, they don't need time. സോ ഇതിൻ്റെ ഏട്ടനും ഫാമിലി അവർ ഓസ്ട്രേലിയയിലാണ്, പിന്നെ അനിയത്തി ഫാമിലി അവർ അമേരിക്കയിലാണ്. അപ്പോൾ അവർ ആക്ച്വലി വരുമ്പോൾ അവരുടെ ഫാമിലിയിൽ കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അവർ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവരെല്ലാവരും ഈ സമയത്ത് വന്നത്. പക്ഷേ അവരുടെ ഗ്രീൻ കാർഡിൻ്റെ ഒരു അപ്രൂവലിൻ്റെ ടൈം ആയതുകൊണ്ട് അവർക്ക് നാട്ടിൽ വരാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ അതിന് ഒരു അനിയത്തിയാണുള്ളത് അവരുടെ ഫാമിലിക്ക്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഗെറ്റ് ടുഗദർ, ഒരു സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയായിരുന്നു പോയത്, അന്ന് എനിക്ക് പരീക്ഷ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല ഇവരുടെ കൂടെ. അപ്പോൾ ഇതാ ഞാൻ വന്നതാണ് വയനാട്ടിൽ. ഇവിടെ വലിയൊരു പോണ്ടുണ്ട്, ഫിഷ് വളർത്തുന്ന പോണ്ടാണ്, കുളിക്കുന്ന സ്ഥലമല്ല, പക്ഷേ നല്ലൊരു കടവ് പോലൊക്കെ തന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അല്ലാവേ നമ്മൾ സിനിമയിൽ കാണുന്ന സെയിം സെറ്റപ്പ് ഇഷ്ടംപോലെ. ഞാൻ അവിടെ പോട്ടെ, അത് പിടിച്ചേ. What fish? Tilapia? ചെറിയ കുട്ടികളല്ല, ഒക്കെ വലുതാണ് അത്യാവശ്യം അല്ലേ? തീറ്റയും വലുതാണ്. നല്ല പൂള്. ഇതിൽ കുളിക്കാൻ പറ്റണമായിരുന്നു, ഇതിൽ കുളിക്കാനേ. നല്ല അടിപൊളി പൂള്, നല്ല കുപ്പിയിൽ കല്ലൊക്കെ വെച്ച്. നമ്മളെ പൂൾ ഇങ്ങനെ ആക്കിയാലോ?
5 ലക്ഷം രൂപ വേണ്ടി വരും നമ്മളെ കുളം ചെയ്യണമെങ്കിൽ. 5 ലക്ഷം രൂപ കല്ലിറക്കി 5 ലക്ഷം വേണ്ടി വരില്ല നമ്മളെ കുളത്തിന്. 2-ലൊക്കെ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. ഈ കല്ല് വെച്ച് തന്നെ ചെയ്യണം. നല്ല ഭംഗി. Affect your emotions and trading. Emotion is a എന്താണ് ബ്രദർ ആൻഡ് സിസ്റ്റർ ഒന്ന് ഒരുമിച്ച് നിന്നേ, നമ്മുടെ കൂടെ തന്നെ. അമ്മായിക്കൊരു ഫോട്ടോ അയച്ചു കൊടുക്കാം. അത് വെറും മറ്റല്ലത് മരത്തിന്റെ. യെസ്, ലുക്ക് അറ്റ് മീ. എൻ്റെ എല്ലാ സാധ്യതൻ്റെ എൻ്റെയും അല്ലേ, നമ്മൾ രണ്ടുപേരുടെ. ഓക്കെ, ഞങ്ങൾ രണ്ട് പേരും ഒന്ന് ഇതെന്താ നമ്മളെ കാണാത്ത. ഓക്കെ, പുതിയ ട്രക്കിംഗ് ബാഗ്. പക്ഷെ ഇത് ഇടാൻ സുഖമുണ്ട് കേട്ടോ. ഡ്രസ്സ് വലിയ കുഴപ്പമില്ലല്ലോ. ഇതാണ് സൈഡിട്ടായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന ബാഗ്. ഹെഡ് ഗ്രൻ. അവൾക്ക് കാഠ്മണ്ഡുവിൻ്റെ ഒരു ബൈക്ക്. ഇതിന് ഫുൾ സാധനങ്ങളാട്ടോ പ്രാവശ്യം വന്നപ്പോൾ. ട്രക്കിംഗ് ഷൂ, ട്രക്കിങ്ങിനുള്ള ഫുൾ ഡ്രസ്സ്, തെർമൽ സൂട്ട്. വയ്യ, അനിയനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. സോ എങ്ങനെയുണ്ടായി നമ്മുടെ സ്റ്റേക്കേഷൻ? കം ഹിയർ. ഞാൻ ബുക്ക് ചെയ്ത റിസോർട്ട് എങ്ങനെയുണ്ട്? അല്ല, ഇങ്ങോട്ട് വരുന്ന വഴി വാക്ക് ടെൻഷനായോ? ചെറിയ ടെൻഷൻ ഉണ്ടായി, പറയിപ്പിക്കാവുന്നില്ല. അടിപൊളി ആംബിയൻസ്, നല്ല പീസ്ഫുൾ പ്ലേസ്. ഇങ്ങനെ നമ്മൾ ബാൽക്കണി അടിച്ച് കുറേ കഴിഞ്ഞ ഞാനും സായതും കുറേ അല്ലേ, മക്കളപ്പുറത്തായതുകൊണ്ട് നമ്മളെല്ലാം ഫ്രീ ആയിരുന്നു അല്ലേ. നമ്മൾ മറ്റേ ഹണിമൂണിന് പറമ്പിക്കുളം പോയൊരു ഫീലിംഗ് ആയിരുന്നു അല്ല, അന്ന് ഓർമ്മ നമ്മൾ ആ മോളുള്ള നല്ല ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് മൊത്തത്തിലുള്ള ജീവിത അവലോകനമൊക്കെ നടത്തിയില്ലാവേ. പക്ഷെ വാവൊന്നും പറഞ്ഞില്ല, ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ സ്റ്റേക്കേഷൻ കഴിയാനായി, നമ്മൾ തിരിച്ചു പോവാണ്. വി മിസ് യു മോഡു, ആദു, അപ്പു, റമീസ്ക. കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. ഇതാ വരുന്നത്, ഞാൻ വീഡിയോ കൊടുക്കട്ടെ. ഇവിടെയാണ് ഞാൻ സാധനം സ്റ്റേ ചെയ്തത് കേട്ടോ. നല്ല ഇതായിരുന്നു ഫോർ അസ്. ഞാനും സായതും ഫുൾ ടൈം ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് കുറച്ച് ഫുൾ ബൂസ് അടിപൊളിയായിരുന്നു. ഇങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് സായതിൻ്റെ പുതിയ ബാഗ് ഇപ്പം നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പം നമ്മൾ വെക്കേറ്റ് ചെയ്യേണ്ട സമയം. ഇനിയിപ്പോൾ ഇവിടുന്ന് ബാണാസുര സാഗർ ഡാം അവിടെ എവിടെയെങ്കിലും പോവുമായിരിക്കും. എന്തായാലും ഫുഡ് അടിയാണ് മെയിൻ പുറത്തുപോയി കഴിഞ്ഞാൽ. ബൈ ബൈ. ഞങ്ങളുടെ ഹണിമൂൺ ആഫ്റ്റർ 20 years അല്ലേ. നമ്മൾ 20th വെഡിങ് ആനിവേഴ്സറി ആവേ നമ്മളുടെ നെക്സ്റ്റ് ഇയർ വന്നാൽ. ആയിട്ടില്ല, നമ്മളെ എൻഗേജ്മെൻ്റ് ആയിട്ട് 2005 January 16th യു കെയിം ടു സീ മീ. ഷോ 20 years ആയി വാവേ പരസ്പരം. ഓക്കെ, വാവൻ്റെ വാവയൊക്കെ 50 വയസ്സാകുമ്പോൾ അല്ലേ, ഹാഫ് സെഞ്ചുറി അടിച്ച് വാവ. നോട്ട് ആയിട്ടില്ല, ആവാനായി ഓൾമോസ്റ്റ്. ഞാനും ഉടനെ ആവും. അയ്യോ, എന്തായാലും ഇവിടെ നല്ല റിലാക്സ്ഡ് ആയിരുന്നു. ഇവിടെ എന്താ പറയുക, അധികം റഷ് ഇല്ലാത്ത ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയയിലാണിത്. അമ്മ ഇവിടെ റെഡിയായോ? എങ്ങനെയുണ്ട് നമ്മളെ ഇവിടെ താമസം? മോളില്ലാത്ത ഒരു ബുദ്ധിമുട്ടല്ലേ? മോളൊന്നും ഉണ്ടായില്ലല്ലോ മാത്രം. ഇതാ ഇവരാണ് ഇവരുടെ കുട്ടികളുടെ. ഞാൻ അടക്കം ഒരു മിനിറ്റ്, ഞാൻ ഇവരെ ഒന്ന് വീഡിയോ എടുത്തിട്ട് വരാം. സോ എവറിബഡി, വെയിറ്റ്, എവറിബഡി ഈസ് റെഡി. വൈ? എന്നൊരു ഫോട്ടോ എടുക്കട്ടെ. അമ്മക്ക് ഓർഡർ തരും. പിന്നെ അത് ഭയ്യ, എങ്ങനെ ഉണ്ടായി നമ്മുടെ സ്റ്റേക്കേഷൻ? യു ലൈക്ക് ദ പ്ലേസ്? Very good. Brother. Hi brother. Hi. How are you? Very bad. Why? My legs. Again? Oh my god.
ഇതൊക്കെ and a ചൂടാവണ്ട. lot of bruises. Oh my I god. think I got injured 6 times and one bad thing. Monkey stole my ice cream. Very good boy. I hit my head against the countertop. Got a big muri. I mean, bulge. Skin gone. Skin again gone. And back. And a bunch of bruises. And back hit ചെയ്തില്ലേ? സ്വിമ്മിംഗ് പൂളിൽ ബാക്ക് ഇടിച്ചില്ലേ? അല്ല എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാവും, നോക്കി നോക്കിയേ ജസ്റ്റ്. ഇല്ല നമ്മൾ ഡബിൾ ചെക്ക്. നീ ഡബിൾ ചെക്കും ചെയ്തോ? സൂപ്പർ ഹ്യൂമൻ ആണല്ലോടാ. സൂൺ ഗോയിങ് ടു ബി ടീനേജർ. അവിടെ വെച്ചാൽ മതി. അവർക്ക് തരണോ? അങ്ങനെ വന്നാ ഒക്കെ എടുത്തേക്ക്. ലാസ്റ്റ് പിന്നെ അവരോട് ഒന്ന് നോക്കണ്ടേ? ചെക്ക് ഔട്ട് ചെയ്യാൻ. ആ എന്ത് ഗെറ്റ് ഔട്ട് ചെയ്യാനോ? ചെക്ക് ഔട്ട്. വാട്ട് ഈസ് ചെക്ക് ഔട്ട്? ഓക്കെ, അടുത്ത ടീം. ഹലോ ഡാർലിങ്സ്, ഇതാണ് നമ്മുടെ ഗേൾസിൻ്റെ വില്ല. ഇവരിവിടെ എന്താ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. പോയോട്ടെ ഗേൾസ്. ഹലോ ഗേൾസ്, നോട്ട് യെറ്റ് റെഡി. എൻ്റെ അമ്മ, ഇവിടെ ഒരു തീരുമാനമായിട്ടില്ലേ? നിങ്ങൾ 2 ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് ഇവിടെ? വാ, നമ്മൾ റെഡിയായി, ചെക്ക് ഔട്ട് ചെയ്ത്. ഒന്നും മറന്നു വെക്കരുത്. കം. ഈവ കുളിക്കണുള്ളൂ, ഇനി അരമണിക്കൂർ കഴിയും. ഇവരെ സ്വഭാവം വെച്ചാൽ അങ്ങനെയല്ലേ. ആ, കാണാത്തൊരു ടൈപ്പ് ചെടി. ഇങ്ങനൊരു ചെടി കണ്ടിട്ടുണ്ട്. ഇത് ചായത്തോട്ടമാണ്. കണ്ടോ, ചായത്തോട്ടത്തിൽ ഇങ്ങനെ വെച്ചതാണോ? കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനം കാണുന്നത്. ഉമ്മ വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം. ഇവിടെ ഓട്ടോ ഉണ്ട് ഉള്ളിൽ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ദൂരമുണ്ട്. ഇവർ ഓട്ടോയിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇതിന് 10,000 നിയർലി ആണ് കേട്ടോ വരുന്നത് റെൻറ്റ്. പിന്നെ ഒരു 7,500 വരുന്ന ചെറിയ റൂംസ് പോലത്തതും അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ രാവിലെ യോഗ, ക്യാമ്പ് ഫയർ, ഹെഡ് മസാജ്, ബോഡി മസാജ്, അങ്ങനെ ആയുർവേദ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഹെഡ് മസാജ് കോംപ്ലിമെൻ്ററി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബീയിങ് എ ട്രാവൽ മുതലാളി. മുകളിൽ യോഗയാണ്, താഴെ കളരിയുടെ ഒരു ഏരിയ. കളരിയാണ് ഇവിടെ. ഇങ്ങനെ ഇറങ്ങുന്ന അതാ ഇങ്ങനല്ലേ, കയറ് പൊടിച്ച് ഇങ്ങനെ ഇറങ്ങി. ഇത് കളരി കാണാൻ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ക ആയുർവേദ റിസോർട്ടിന് വേണ്ട എല്ലാം ഉണ്ടല്ലേ ഇവിടെ. എവറിത്തിങ്. ഇതൊരു ആയുർവേദ റിസർച്ച് സെൻറ്റർ പോലെയാണ്. ഇവിടെ ഒരു സ്റ്റേ കൂടി ഇവർ അറേഞ്ച് ചെയ്യുന്നതാണ്. അവരുടെ മസാജൊക്കെ നടക്കുന്ന സ്ഥലം, മസാജും ബോഡി ട്രീറ്റ്മെൻറ്റുകളൊക്കെ. ചെട്ടിയോ വരൂ, നമ്മളെ വിളിച്ചോ കേട്ടോ. Amy, just look at me. You seeing a kalari first time, right? No. Fighting. കളരി കണ്ടിട്ടല്ല, കളരി പഠിപ്പിക്കുന്ന അതിൻ്റെ സ്ഥലം. കളരിയുടെ. Can we go down? Yeah, you can go this way, I think. And but it is locked. ഇവിടെ കണ്ടോ, ഓട്ടോ സർവീസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും പോകാൻ. നീ കയറിക്കോ, ലഗേജ് ആയിട്ട് ഗോ വിത്ത് ദം. അച്ഛനൊരു സ്ഥലം ഉണ്ടോ? അച്ഛനൊരു സ്ഥലം പോയിക്കോ. ബൈ. അങ്ങനെ ജീവ്സ് ആയുർവേദയിൽ നമ്മളുടെ ഒരു ദിവസത്തെ വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ മൊത്തത്തിൽ നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു പെർഫെക്റ്റ് സ്റ്റേക്കേഷന് പറ്റിയ സ്ഥലമാണ്. വലിയ ബഹളമില്ല, വലിയ ജാട, സിപ്പ് ലൈന്, ബങ്കി ജമ്പ് അങ്ങനത്തെ ബഹളങ്ങളൊന്നും ഇവിടെ ഇല്ല. കാം ആൻഡ് ക്വയറ്റായിട്ട്. ഇതൊരു ഹില്ലിൻ്റെ ടോപ്പിൽ ഒരു 360 ഡിഗ്രി ഇങ്ങനെയാണ്, ഒരു മല മൊത്തം കവർ ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ആയിട്ട്. എന്തായാലും ഐ സജസ്റ്റ് കുറച്ച് ലക്ഷറി വേണ്ടവർക്ക് ഇവിടെ വന്ന വെക്കേഷൻ സ്റ്റേ ചെയ്യാം. വയനാട്ടിൽ ചുണ്ടേൽ ജീവ്സ് ആയുർവേദ.
നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ നമ്മൾ ഹാപ്പിയാണ് 100% അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മൾ നോക്കുന്ന കുട്ടികൾക്ക് അല്ല ഇത് ഞാൻ നമ്മളുടെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാം. അല്ല സംസാരിക്കാൻ പാടില്ല. നല്ല രസമുണ്ടായിരുന്നു especially a 15-minute free complimentary head massage was a very nice way of actually settling in.